സ്വർഗമൊരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ എന്ന പുസ്തകമാണിത്. ദൈവം തിരഞ്ഞെടുത്ത വസൂല റീഡന്റെ അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ. എപ്പിസോഡ് 9. അലൗകികമായവ. കൃപയുടെ പ്രവർത്തനങ്ങളെല്ലാം അതിസ്വാഭാവികമാണ്. എൻ്റെ ഈ അതിസ്വാഭാവികമായ മിസ്റ്റിക്കൽ അനുഭവങ്ങൾക്കെല്ലാം കാരണം ദൈവമാണ്. ഈ അതിസ്വാഭാവികമായ ആശയവിനിമയവും അനുഗ്രഹങ്ങളും ദാനങ്ങളുമെല്ലാം എൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു പ്രയത്നവും കൂടാതെ അവിടുന്ന് ഉപയോഗിക്കുന്നു. ഈ ദർശനങ്ങളും ആത്മീയ സ്വപ്നങ്ങളും അത്ഭുതങ്ങളും സുഗന്ധാഭിഷേകവും ജ്ഞാനപ്രകാശവുമെല്ലാം അളവില്ലാതെ നൽകപ്പെടുന്നത് ദൈവമഹത്വത്തിനായാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രയോജനത്തിനും സഭയുടെ പ്രയോജനത്തിനും വേണ്ടിയാണ്. കർത്താവ് തന്നെ അത് വിശദീകരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും സംസാരിക്കുന്നുവെന്ന് നീ കേട്ടിട്ടില്ലേ? ആദ്യം ഞാൻ ഒരു രീതിയിൽ സംസാരിക്കും, പിന്നെ വേറൊരു രീതിയിൽ, ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നതുവരെ. എൻ്റെ കാവൽ മാലാഖ, ജനുവരി 19, 1987. എന്തായാലും എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളല്ല. ആത്മീയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉറക്കത്തിലെ ഭാഷ എന്നറിയപ്പെടുന്നവ മാത്രം ദൈവത്തിൽ നിന്നുള്ളവയാണ്. ബൈബിളിൽ ദൈവം തന്റെ പ്രവാചകന്മാരെ സ്വപ്ന വിശകലനക്കാർ എന്ന് വിളിക്കുന്നു. നിയമാവർത്തനം 13:1. സ്വപ്നത്തിന്റെ മെച്ചം. ഇവിടെ ദൈവം സംസാരിക്കുമ്പോൾ ബോധമണ്ഡലത്തിന്റെ ഇടപെടൽ ഏറ്റവും കുറഞ്ഞ അളവിലായിരിക്കും എന്നതാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ധാരാളം ആത്മീയ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അവയെ ഞാൻ ദർശനങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവവുമായുള്ള എൻ്റെ അനുഭവങ്ങളും എൻ്റെ സംഭാഷണങ്ങളും പങ്കുവയ്ക്കാം. കാരണം ഇത് മാത്രമാണ് അതിസ്വാഭാവികം. എൻ്റെ ഭീതികളും എൻ്റെ സന്ദേഹങ്ങളും എൻ്റെ ബലഹീനതകളും അതുപോലെ ഇവയിൽ കൂടിയെല്ലാം കർത്താവ് എങ്ങനെയാണ് അവിടുത്തെ ശക്തമായ കരവും അവിടുത്തെ വലിയ സ്നേഹവും വെളിപ്പെടുത്തിയതെന്നും ഞാൻ പറയാം. 1987 സെപ്റ്റംബറിലെ ഒരു ദിവസം കർത്താവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും പങ്കുവയ്ക്കാനും ഇതുവരെയും അവസരങ്ങൾ കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ അസ്വസ്ഥപ്പെട്ടിരിക്കുകയായിരുന്നു. ആ വർഷമാണ് ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് താമസം മാറിയത്. സന്ദേശങ്ങളെപ്പറ്റി പറയാൻ അവിടുന്ന് ഒരുതരം ശക്തമായ പ്രേരണ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും അവിടുത്തെ അനന്തജ്ഞാനത്തിൽ ഒരു വാതിൽ പോലും അവിടുന്ന് തുറന്നു തന്നില്ല. കാരണം അവിടുത്തേക്ക് എല്ലാറ്റിനും അവിടുത്തേതായ സമയം ഉണ്ട്. എനിക്കെൻ്റെ ക്ഷമ നശിച്ചു. ഞാൻ ഈശോയോട് പറഞ്ഞു, അവിടുന്ന് എന്നോട് അവിടുത്തെ സന്ദേശങ്ങൾ പ്രസിദ്ധമാക്കാൻ പറയുന്നു, എന്നാൽ ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. സന്ദേശങ്ങളുടെ ഫോട്ടോ കോപ്പികൾ എടുത്ത് വായിക്കാൻ ആഗ്രഹമുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ വിതരണം ചെയ്യുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈശോ ശാന്തനായി മറുപടി പറഞ്ഞു, ഈ ഫോട്ടോ കോപ്പികളല്ല, അതിനേക്കാൾ വളരെ കൂടുതൽ നീ ചെയ്യും. ദിവസങ്ങളോളം ഞാൻ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു, എന്നെ പോലുള്ളൊരു പ്രൊഫഷണൽ പാപിയെ അവിടുന്ന് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണെന്ന്. എനിക്ക് പകരം വിശുദ്ധിയായ ഒരു കന്യാസ്ത്രീയെ തിരഞ്ഞെടുത്തിട്ട് ഈ സന്ദേശങ്ങൾ അവരെ ഏൽപ്പിക്കാനും ഞാൻ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ പുലമ്പുന്നത് അനുവദിച്ചുകൊണ്ട് അവിടുന്ന് ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് അവിടുന്ന് നിരുപാധികമായി പറഞ്ഞു, അല്ല അല്ല, എനിക്ക് നിന്നെ വേണം. നിങ്ങളുടെ തലമുറയുടെ യഥാർത്ഥ പ്രതീകമാണ് നീ. ഇതൊരു പ്രശംസോക്തിയല്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്ന് നാം എന്തായിരിക്കുന്നു എന്ന് വാസ്തവത്തിൽ ഞാൻ വരച്ചു കാട്ടുകയായിരുന്നു. ഇനിയും ഉയർന്ന തലത്തിലുള്ള അനുഭവങ്ങൾക്ക് ഞാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ദൈവം എൻ്റെ ആത്മാവിൽ ഒരുപാട് പ്രവർത്തിച്ചു. സ്വർഗത്തിലെ ഉന്നത തലങ്ങളും അവിടുത്തെ ചൂഴ്ന്നു നിൽക്കുന്ന മഹിമ പ്രതാപവും രുചിച്ചറിയാൻ എൻ്റെ മനസ്സിനെ ഉയർത്തി. അവിടുന്ന് പറഞ്ഞു, വരിക, വന്നെന്നെ ചാരുക. സമയം ഇനിയും ആയിട്ടില്ല. അതുവരെ ജാഗരൂകരായിരിക്കുക, ഉണർന്നിരിക്കുകയും ചെയ്യുക. എൻ്റെ കാവൽ മാലാഖ 2/12/1986. മനസ്സ് ജാഗരൂകമായിരിക്കുന്നില്ലെങ്കിൽ നാം വ്യതിചലിച്ചു പോകാനുള്ള അപകട സാധ്യത ഉണ്ട്. എൻ്റെ ഭൂതകാലത്തെപ്പറ്റി എന്നെ ഓർമ്മപ്പെടുത്താൻ അവിടുന്ന് ആഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് ആ വ്യത്യാസം വ്യക്തമായി മനസ്സിലാകും. അവിടുന്ന് ഇങ്ങനെ വിശദീകരിച്ചു, നീ എന്നെ മറന്നിരുന്നെങ്കിലും എൻ്റെ സ്വരം നീ ശ്രവിച്ചതിനാൽ ഞാൻ സന്തുഷ്ടനായി. നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു.
ഞാൻ നിന്നെ എത്രയധികമായി സ്നേഹിക്കുന്നെന്ന് നീ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അറിയുക, ദൈവമായി ഞാൻ എപ്പോഴും എൻ്റെ ലക്ഷ്യം നേടും. അവിടുത്തെ വാക്കുകൾ എന്നെ സ്വാന്തനപ്പെടുത്തി. എനിക്ക് സമാധാനമായി. അവിടുന്ന് തുടർന്നു, ഞാൻ നിനക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ പിടിച്ചതുകൊണ്ട് നീ തലയുയർത്തി നിന്റെ മുമ്പിലുള്ള ദൈവത്തെ നോക്കി. നീ തലയുയർത്തിയപ്പോൾ നിന്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി. സ്നേഹിക്കപ്പെടാതിരിക്കുന്നു എന്ന് എത്രത്തോളം നീ കരുതുന്നുവെന്ന് ഞാൻ അവിടെ കണ്ടു. ദൈവത്താൽ സ്നേഹിക്കപ്പെടാതിരിക്കുന്നു എന്നാണ് നമ്മിൽ പലരും വിശ്വസിക്കുന്നത്. നമ്മുടെ നികൃഷ്ടതയും പാപാത്മകതയും നിമിത്തം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കുറയുന്നു എന്നാണ് നാം കരുതുന്നത്. അതെ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്നെപ്പോലെ ഒരുത്തിയെ ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കുകയോ വിശ്വാസ ജീവിതം നയിക്കുകയോ ചെയ്യാതെ ദൈവത്തോട് മറുതലിച്ച് പാപജീവിതം നയിച്ചു പോകുന്ന ഒരുവളെ ദൈവത്തിന് സ്നേഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ കഴിയുമായിരുന്നില്ല. ഞാനെന്നും വിചാരിച്ചിരുന്നത് അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെയാണ് അവിടുന്ന് സ്നേഹിക്കുന്നതെന്നാണ്. എന്നെപ്പോലെ തന്നെയാണ് കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത്. കർത്താവിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ കുറവുകളില്ലാതെ കാണപ്പെടുന്നവരെയാണ് അവിടുന്ന് കരുതുക എന്ന്. ഒരു സന്ദേശത്തിൽ അവിടുന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം എനിക്കർപ്പിക്കാനായി ഒരു പുണ്യവതിയാകാൻ കാത്തിരിക്കേണ്ട. ആയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ എന്നിലേക്ക് വരൂ. 19/8/1988. അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങൾ കാണുന്നത് കൊണ്ട് എൻ്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അവിടുത്തേക്കറിയാം. അവിടുത്തേക്ക് എന്നോട് ദയ തോന്നി. പാപമാണ് അവിടുന്ന് വെറുക്കുന്നത്. പല പ്രാവശ്യം അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നാം എത്ര ചപല ഹൃദയരാണെന്നും അവിടുത്തെ പ്രകാശത്തിൽ നിന്നകന്ന് അലഞ്ഞു തിരിഞ്ഞ് അവസാനമില്ലാത്ത അന്ധകാരത്തിൽ വസിക്കുന്നത് നമുക്കെത്രയോ അനായാസമാണെന്നും നാം അത് ചെയ്യുന്നത് നാം അറിയുന്നു പോലുമില്ല. എന്റെ കാര്യം തന്നെ എടുക്കാം. പുതുതായി ദൈവത്തിങ്കിലേക്ക് വലിച്ചടിപ്പിക്കപ്പെട്ട് അവിടുന്ന് വർഷിക്കുന്ന കൃപകളുടെ കനത്ത ഭാരം വഹിക്കുമ്പോഴും ചിന്താക്കുഴപ്പത്തിലും ചാഞ്ചാട്ടത്തിലും അരക്ഷിതാവസ്ഥയിലുമായിരുന്നു പിന്നെയും ഞാൻ. അവിടുത്തെ ഇകഴ്ത്തി സംസാരിക്കാനും ഞാൻ തുനിഞ്ഞു. നിന്റെ വിളി സ്വീകരിച്ചവരെല്ലാം നിരാകരിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഭ്രാന്തരെന്ന് മുദ്ര കുത്തപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. ചിലരെ ജീവനോട് ചുട്ടുകൊന്നിട്ടുണ്ട്. ഈ പുതിയ യുഗത്തിൽ ഞാനിതാ അവജ്ഞാപാത്രമായിരിക്കുന്നു. ചിലർ എനിക്ക് പ്രേതബാധയാണെന്ന് വരെ പറയുന്നു. അവിടുന്ന് ശാന്തനായി മറുപടി പറഞ്ഞു. എന്റെ കാവൽ മാലാഖ ഡിസംബർ 2, 1986. നിന്നെ പരിഹസിക്കാൻ ആഗ്രഹിക്കുന്നവർ നിന്നെ സമീപിക്കട്ടെ. എന്നാൽ എത്ര ഗുരുതരമാണ് അവരുടെ ദൂഷണമെന്ന് അവർ അറിയുന്നില്ല. കാരണം അവർ ദൈവമായ എന്നെ നൽകപ്പെട്ട വചനങ്ങളെയാണ് പരിഹസിക്കുന്നത്. അത് ഞാൻ പിന്നീട് കൈകാര്യം ചെയ്യുന്നതാണ്. എന്നെ വിശ്വസിക്കുക. നിന്റെ കർണങ്ങളിൽ എന്റെ പ്രഭാഷണങ്ങൾ ഉരുവിടുന്നതിനായി ഞാൻ നിന്നെ വീണ്ടും വിളിക്കുന്നതാണ്. നിന്റെ വായ് എന്റെ വചനം കൊണ്ട് ഞാൻ നിറയ്ക്കും. ഞാൻ യഹോവ ആണ് നിന്റെ ബലം. എന്നെ ദൃഢപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് ഇങ്ങനെ ഊന്നിപ്പറഞ്ഞു. എന്റെ കുഞ്ഞെ, നിന്റെ മർദ്ദകർ എത്രയും ആയിക്കൊള്ളട്ടെ, അവരെ മറികടക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് തരും. ഞാൻ തേങ്ങി. കാരണം അവിടുത്തെ സ്വരം എത്ര പെട്ടെന്ന് വേദന നിറഞ്ഞ് ദുഃഖമയമായി എന്ന് ഞാൻ കണ്ടു. ദൂരെ യുദ്ധഭൂമിയിലേക്ക് മകനെ പറഞ്ഞുവിടുന്ന പിതാവിനെ പോലെയായിരുന്നു അവിടുന്ന്. അവൻ പീഡിപ്പിക്കപ്പെടുമെന്നും ഒരുപക്ഷെ ജീവനോടെ മടങ്ങി വരികയില്ലെന്നും ആ പിതാവിനറിയാം. അവിടുന്ന് തുടർന്നു, എന്റെ പടച്ചട്ടുകൊണ്ട് നിന്നെ ഞാൻ പൊതിയും. അപ്പോൾ ഒരുത്തനും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഈ വാക്കുകൾ കേട്ട് ഉത്സാഹഭരിതയായി ഞാൻ ചിന്തിച്ചു. വിശ്വാസത്യാഗത്തിന്റെ ഫലമായി മരണത്തിന്റെ താഴ്വരയിൽ മറവിയിൽ കഴിയുന്ന അവിടുത്തെ സൃഷ്ടിയുടെ മേൽ അവരുടെ അടുത്തെത്തുവാനും അവരെ ശുശ്രൂഷിക്കുവാനുമായി എന്റെ ദൈവവും എന്റെ സർവസ്വവുമായവൻ എത്രയോ കൽപ്പനാവൈഭവത്തോടെയാണ് തന്റെ സ്വർഗീയമായ വാത്സല്യവും അവിടുത്തെ പൈതൃകമായ സ്നേഹവും നീട്ടിക്കൊടുക്കുന്നത്. എന്റെ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ബൃഹത്തായ പരീക്ഷണങ്ങളെ നേരിടാൻ മാത്രമല്ല, ശത്രുവിനെ തന്നെ നേരിടാനാണെന്ന് ഓർക്കുമ്പോൾ വേദനയാൽ ഹൃദയം രക്തം മാർന്നു പോകും. സന്ദേശങ്ങളുടെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ഞാൻ മനസ്സിലാക്കി തുടങ്ങി. എന്റെ ഹൃദയം വീണ്ടും പ്രക്ഷുബ്ധമായി. ജനങ്ങളാൽ പരിഹസിക്കപ്പെടുന്നതോർത്ത് ഞാൻ ഭയപ്പെട്ടു. എന്റെ മാനുഷികത ഒരിക്കൽ കൂടി എന്റെ അരൂപിയെ തോൽപ്പിച്ചു. ഞാൻ വിലപിച്ചു. എന്റെ കർത്താവും രാജാവുമായവനെ, അവിടുത്തെ സ്വർഗീയ സഭയിൽ നിന്ന്
ഏറ്റവും ഉന്നതനായ പ്രഭുകുമാരനെ അവിടുന്ന് എനിക്ക് അയച്ചു തന്നു. എനിക്ക് വഴികാട്ടിയായി. അങ്ങയുടെ ഏറ്റവും ഉന്നത പദവിയിലുള്ള പ്രഭുക്കന്മാരെയും മുഖ്യദൂതന്മാരെയും അവിടുന്ന് അയച്ചു, എൻ്റെ ആത്മാവിനെ വശീകരിക്കാനും എൻ്റെ ആത്മാവ് അങ്ങയെ അനുഗമിക്കാനും വേണ്ടി. ഇതൊക്കെയാണെങ്കിലും കർത്താവെ, ഈ ജോലിക്ക് ഞാൻ തീർത്തും അനർഹയാണെന്ന് എനിക്ക് തോന്നുന്നു. ആത്മാവിൽ മുഴുവൻ കറകളും കുറവുകളുമുള്ള ഞാൻ ഏറ്റവും നിന്ദിയാണ്. ഇത്തരമൊരു ദുരിതത്തിൽ കൂടി അങ്ങ് എങ്ങനെ ജൈത്രയാത്ര നടത്തും? അങ്ങയുടെ ചെങ്കോലിന്റെ വിലയിടിച്ച് കളയുകയല്ലേ? 1987 ഞങ്ങൾ. ചില ആളുകൾ ഈ വെളിപാടുകൾ സ്വീകരിക്കുകയില്ല. ഞങ്ങൾക്ക് പഠിക്കാൻ വിശുദ്ധ ഗ്രന്ഥമുണ്ടല്ലോ എന്നവർ പറയുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, സഭാ സംബന്ധിയായ ഈ സന്ദേശം ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തെന്നാൽ എൻ്റെ ഹൃദയത്തിൽ കരുണയുടെ ഒരു ദിനം ഉണ്ടായിരുന്നു. എൻ്റെ രക്ഷാകരമായ സഹായത്തിന്റെ മണിക്കൂർ ഇതാ വന്നെത്തിയിരിക്കുന്നു. എന്തായാലും ഞാൻ പിതാവല്ലേ, എൻ്റെ മക്കളുടെ രക്ഷ ഞാനല്ലേ. എൻ്റെ വചനം വായിക്കുവാനുള്ളതാണെന്ന് നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വചനം അനുഗ്രഹീതമാണ്. ഞാൻ സർവശക്തനായ ദൈവമാണ്. എനിക്കിഷ്ടം പോലെ പുറത്തേക്കിറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ് മകളെ നിങ്ങൾ 1987 ആയതുകൊണ്ട് ഞാൻ വ്യത്യസ്തത പുലർത്തണമെന്ന് ചിന്തിച്ചത്? നിങ്ങളുടെ കാലഘട്ടം എനിക്കൊരു വ്യത്യാസവുമില്ല. ശ്രദ്ധിക്കുക, എനിക്കൊരു1000 വർഷം ഇന്നലെ എന്ന പോലെയാണ്. എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കും. ഞാൻ വീണ്ടും പതിയെ മുരണ്ടു. ഈശോ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാചകൻ ഒരിക്കലും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുകയില്ലെന്ന്. അധികം ആളുകളും എന്നെ അങ്ങയുടെ സന്ദേശവാഹകയായി അംഗീകരിക്കുന്നില്ല. അങ്ങയുടെ ദൗത്യവാഹകരിൽ അധികവും വിഡ്ഢികളായി എണ്ണപ്പെടുകയോ പ്രേതബാധയുള്ളവരെന്ന് അപമാനിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സമാധാനമായിരിക്കും മകളെ, എന്നെ ചാരുക. ദൈവമായ ഞാനാണ് നിന്റെ ബലം. എന്നോടൊപ്പമായിരിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ടതില്ല. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ പിന്നെയും ദൈവത്തിന്റെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ ശ്രേഷ്ഠമായ അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും ഞാൻ ഉത്കണ്ഠാകുലയായിരുന്നു. തടവിലാക്കപ്പെട്ട ഒരു അനുഭവം എൻ്റെ അസ്ഥികൾ വരെ ഞാൻ അനുഭവിച്ചിരുന്നു. ദൈവവുമായി ഇത്ര അവിശ്വസനീയമായ ഒരു ബന്ധമുണ്ടായിരുന്നിട്ടും എനിക്ക് പിന്നെയും ആത്മവിശ്വാസമില്ലായിരുന്നു. എല്ലാ ദിവസവും അവിടെ എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു തരുന്ന ദൈവിക പ്രബോധനങ്ങൾ വലിയ സന്തോഷത്തോടെ കേട്ടെഴുതി നോട്ട് ബുക്കുകൾ നിറച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം എങ്ങോട്ടാണ് എന്നെ നയിക്കുന്നതെന്നറിയാതെ. സ്വാഭാവികതയും അതിസ്വാഭാവികതയും എന്നിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിന് വേണ്ടിയുള്ള തുടർച്ചയായ ദർശനങ്ങളും പ്രവചനങ്ങളും അവിടുന്ന് എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ അവിടുത്തോട് ശരിയായ പ്രതികരണം നൽകിയില്ല. ഈ ബലഹീനതയുടെ നാളുകളിൽ എന്നെ ഉത്തേജിപ്പിക്കാനായി അവിടുന്ന് എനിക്കൊരു ആത്മീയ സ്വപ്നം നൽകി. ആ സ്വപ്നത്തിൽ ഞാൻ ഒരു പരുക്കൻ വഴിയിലൂടെ നടക്കുകയാണ്. കുറച്ചു പോയപ്പോൾ ഞാൻ കാലിടറി വീണു. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിന്റെ പാദങ്ങളാണ് കണ്ടത്. അവിടുന്ന് കുനിഞ്ഞ് എന്നെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ വട്ടം തിരിഞ്ഞു നോക്കിയപ്പോൾ പരിചിതമായ ഒരു രൂപം കണ്ടു. ഒരു സന്യാസി. അദ്ദേഹം എന്നോട് ഇറ്റാലിയനിൽ സംസാരിച്ചു. കൈകൊണ്ട് ആംഗ്യവും കാണിക്കുന്നുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനു മുമ്പൊരിക്കലും ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അത് വിശുദ്ധ പാദ്രോ പിയോയാണെന്ന് എനിക്ക് മനസ്സിലായി. 1900-കളിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ പാദ്രോ പിയോ ക്രിസ്തുവിന്റെ പഞ്ചശതധാരിയാണ്. ക്രിസ്തുവിന്റെ തിരുമുറിവുകൾ സ്വന്തം കൈകാലുകളിൽ അദ്ദേഹം വഹിച്ചിരുന്നു. ദൈവമായ കർത്താവ് എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാത പിന്തുടരുന്നത് നിർത്തിക്കളയരുതെന്ന് അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തി. എനിക്ക് അങ്ങനെ ചിന്തയുണ്ടെന്നതിൽ അദ്ദേഹം അസ്വസ്ഥനായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുത്ത്, എന്നാൽ എന്നോട് കുറച്ചുകൂടി അടുത്ത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയും ഞാൻ കണ്ടു. ഏണിയുടെ മുകളറ്റത്തേക്ക് നോക്കിയപ്പോൾ എന്നോട് കയറി ചെല്ലാൻ ആംഗ്യം കാണിക്കുന്ന അനേകം വിശുദ്ധരുടെ ഛായാരൂപങ്ങൾ കണ്ടു. അതിനടുത്തായി ഒരു വളരെ വലിയ ഏണി സ്വർഗം വരെ എത്തുന്നത് കണ്ടു. ഞാൻ വളരെ താഴെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏണിയുടെ ആദ്യത്തെ പടിയിൽ പോലും ഞാൻ ഇനിയും കാൽ വെച്ചിട്ടില്ല. എന്റെ ഉദ്ഗമനം ആരംഭിച്ചിട്ട് പോലുമില്ല. എനിക്ക് ഈ സ്വപ്നമുണ്ടായതിന്റെ അടുത്ത ദിവസം സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിളിക്ക് ഞാൻ പ്രത്യുത്തരിച്ചപ്പോൾ അത് വിശുദ്ധ പിയോ ആണെന്ന് മനസ്സിലായി. എന്നെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. എന്നിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, അദ്ദേഹം അങ്ങയുടെ കൂടെയാണോ?
അവിടുന്ന് മറുപടി പറഞ്ഞു, അതേ വസുല, അവൻ എൻ്റെ കൂടെയാണ്. ഞാനാണ് അവനെ അലങ്കരിച്ചത്. നമുക്കിതുപോലുള്ള അതിസ്വാഭാവിക സ്വപ്നങ്ങളും മറ്റതിസ്വാഭാവിക അടയാളങ്ങളും ദൈവം നൽകാറുണ്ട്, അവിടുത്തെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ വേണ്ടി. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ അതിസ്വാഭാവിക പ്രവർത്തനങ്ങളും മറ്റു സ്വാഭാവികവും പ്രകൃത്യാതീതവുമായ പ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാവിന് സ്വാഭാവികമായത് എളുപ്പത്തിൽ കാണുവാൻ സാധിക്കും, കാരണം അത് ഭൗതിക തലത്തിലാണ്. ഉദാഹരണത്തിന്, മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം നമ്മെ ദൈവത്തിന്റെ സർവാതിശായിയായ സൗന്ദര്യത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃത്യാതീതമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ചട്ടക്കൂടിനപ്പുറം ദൃശ്യലോകത്തിന് അപ്പുറം പോകുന്നവയാണ്. മാലാഖമാരുടെയോ സാത്താന്റെയോ ഒക്കെ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാവുന്നതാണിത്. ദൈവത്തിന് അതിനും അപ്പുറം പോകാൻ സാധിക്കും. പശ്ചാത്താപം, സ്തുതി, കൃതജ്ഞത മുതലായ ആത്മീയാനുഗ്രഹങ്ങൾ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് അയക്കാൻ അവിടത്തേക്ക് സാധിക്കും. ഞൊടിയിട കൊണ്ട് സമൂലമായ വ്യത്യാസങ്ങൾ വരുത്താൻ ഇടവരുത്തിക്കൊണ്ട് അവിടത്തേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മെ മാറ്റിമറിക്കാനും ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാനും സാധിക്കും. ഇത് കൃപയിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. ദൈവവുമായുള്ള അതിസ്വാഭാവിക ആശയവിനിമയ ബന്ധത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് പല രീതികളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട രീതി ദൈവം എന്നെ വിളിക്കുന്നതാണ്. അവിടുന്ന് വിളിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അവിടുത്തെ സ്വരം കേൾക്കുകയോ അഥവാ അത് ഗ്രഹിക്കുകയോ ആവാം. അവിടത്തേക്ക് ചെവി കൊടുക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുകയാണെന്ന് എനിക്ക് വ്യക്തമാകുന്നു. ഈ രീതിയിലുള്ള ആശയവിനിമയത്തിന് ആന്തരിക ആഹ്വാനം എന്നാണ് പറയുന്നത്. ഭൗതിക മണ്ഡലത്തിൽ ഞാനപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി എനിക്ക് ഉദ്വേഗമുണ്ടാകുന്നു. എനിക്കത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർന്നിട്ട് ആത്മീയ മണ്ഡലത്തിൽ ആയിരിക്കാൻ തിടുക്കമാണ്. ദൈവം ഒരു കാന്തം പോലെ എന്നെ അവിടുത്തെ പക്കലേക്ക് ആകർഷിച്ചടുപ്പിക്കുന്നു. ഒരിക്കൽ ചേർന്നാൽ പിന്നെ പോകണമെന്നേയില്ല. സന്ദേശങ്ങൾ എഴുതിയെടുക്കാൻ അവിടുത്തെ ദൈവിക പ്രാഭവത്തിന് ചേർന്ന ശൈലിയിൽ അവിടുന്ന് എന്നെ ക്ഷണിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ഉയർത്തപ്പെടുകയും ഞാൻ ആനന്ദത്താൽ മതിമറന്നു പോവുകയും ചെയ്യും. ഞാൻ മേശയിൽ നിന്ന് പെൻസിൽ എടുക്കുമ്പോൾ കൈപ്പത്തിയിൽ ചെറിയ തരിപ്പ് അനുഭവപ്പെടും. കറണ്ട് പോലെ ഞാൻ അവിടുത്തെ സന്ദേശങ്ങൾ കേൾക്കാൻ തുടങ്ങുകയായി. ഞാനത് കേൾക്കുമ്പോൾ ഞാൻ എഴുതുന്നു. അവിടുന്ന് എനിക്ക് പറഞ്ഞു തരികയാണ്. അവിടുന്ന് പറയുന്നത് ഞാൻ പദാനുപദം എഴുതുകയും. സംസാരിക്കാനായി അവിടുത്തെ തിരുവതിരങ്ങൾ തുറക്കുമ്പോൾ പുറത്തേക്ക് വീശുന്ന പ്രകാശകിരണത്താൽ ഞാൻ സമാവൃതയാകുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പമായ സ്വരത്തിൽ അവിടുന്ന് പറയും, ഈ രീതിയിൽ എന്നോടൊത്തായിരിക്കാനും എഴുതുവാനും നീ അഭിലഷിക്കുന്നുണ്ടോ? തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഓർമ്മപ്പെടുത്താനാണത്. അപ്പോൾ വിഹുലതയിൽ വിറച്ചുകൊണ്ട് അവിടുത്തെ തൃക്കടാശത്തിന് മുമ്പിൽ തോറ്റടിഞ്ഞ് ആ വിസ്മയനീയമായ ദൃശ്യത്തിന് മുമ്പിൽ ഞാൻ ലോകത്തെ തന്നെ മറന്നു പോകുന്നു. തന്റെ ഇച്ഛാശക്തി അവിടത്തേക്ക് സമർപ്പിക്കാൻ മനസ്സാകുന്നു. ഏതൊരാളുടെ മേലും ആത്മജ്ഞാനപരമായ അവിടുത്തെ ദിവ്യ ജ്യോതിസിന് പ്രകാശിക്കാൻ കഴിയും. അതെ, ഏതൊരാളുടെ മേലും യാതൊരു വ്യത്യാസവുമില്ല. മാന്ത്രികമോ യാന്ത്രികമോ ആയ എഴുത്തുകളിൽ സംഭവിക്കുന്നത് പോലെ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ഞാൻ ഒരിക്കലും സമാധിയിൽ വീഴാറില്ല. പ്രകൃത്യാതീത തലത്തിൽ ചിലർക്ക് അനുഭവപ്പെടാറുള്ള ഹർഷോന്മാദത്തിൽ നിന്നും ഇത് വ്യത്യസ്തമാണ്. ചില വിശുദ്ധർ വിവരിച്ചിട്ടുള്ളതുപോലെ ഹർഷോന്മാദത്തിൽ ആയിരിക്കുമ്പോൾ അവർ പൂർണ്ണമായും മാറ്റപ്പെടുകയാണ്. നാം അവരുടെ അടുത്തു ചെന്ന് അവരെ ഉന്തി മാറ്റിയാലും അവർ അത് അറിയുകയില്ല. അവർ പൂർണ്ണമായും ആ ആധ്യാത്മിക ലോകത്താണ്. പലരും, പ്രത്യേകിച്ച് വൈദികർ, എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവ് നിങ്ങളുടെ കൈയക്ഷരം രൂപാന്തരപ്പെടുത്തുന്നത്, കയ്യിൽ പിടിച്ചുപോലും എഴുതിക്കുന്നത്? എനിക്ക് സത്യസന്ധമായി ഒന്നേ പറയാനുള്ളൂ, എനിക്കറിയില്ല. എന്നാൽ ഇതേ ചോദ്യം ഞാനൊരു ദിവസം കർത്താവിന്റെ മുമ്പിൽ വെച്ചു. അവിടുത്തെ മറുപടി കേട്ട് ഞാൻ ചിരിച്ചുപോയി. ഞാനത് ഈ രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. നവംബർ 7, 1989. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ധാരാളം പേർ എന്റെ കൈയക്ഷരത്തിന് വരുന്ന വ്യത്യാസത്തെപ്പറ്റി സംസാരിക്കാറുള്ളത് കൊണ്ട് അതൊരു യാന്ത്രിക എഴുത്തല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശക്തനായ ഭൂതോച്ചാടകനും അറിയപ്പെടുന്ന ഗ്രാഫോളജിസ്റ്റുമായ ഫ്രാൻസിലെ ഫാദർ കർട്ടി എന്റെ കാര്യം പഠനവിധേയമാക്കി. വേറെ പല ഗ്രാഫോളജിസ്റ്റുകളും വിശദമായി പഠിച്ചിട്ടുണ്ട്. ഈ മേഖലയിലുള്ള അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയത്
യാന്ത്രിക എഴുതുകൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് പല പരിണിത ഫലങ്ങളും അനുഭവിക്കേണ്ടി വരാറുണ്ട് എന്നാണ്. അവസാനം ബാധ കൂടുകയും ആവാം. സന്ദേശങ്ങളിലെ കൈയക്ഷരത്തിന് യാന്ത്രിക എഴുത്തുമായി യാതൊരു സാധർമ്യവുമില്ലെന്ന് അവർ കണ്ടെത്തി. എന്റെ എഴുത്തും യാന്ത്രിക എഴുത്തും തമ്മിൽ അടിസ്ഥാനപരമായി ധാരാളം വ്യത്യാസങ്ങൾ ഫാദർ കർട്ടി കണ്ടെത്തി. പവിത്രമായ എഴുത്ത് എന്ന് അർത്ഥം വരുന്ന ഹെറാറ്റിക് റൈറ്റിംഗ് എന്നാണ് സന്ദേശങ്ങളിലെ കൈയക്ഷരത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. മറ്ററിയപ്പെടുന്ന മിസ്റ്റിക്കുകളുടെ ഇടയിൽ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയ്ക്ക് ശരീരം മുഴുവനോ അഥവാ ചില ഭാഗങ്ങളിലോ ഹർഷോന്മാദം അനുഭവപ്പെടാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ കയ്യിൽ എനിക്ക് അനുഭവപ്പെടുന്നത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഈ ഹർഷോന്മാദമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കർത്താവിന് ഇതിന് അവിടുത്തേതായ ലക്ഷ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ലളിതമായ രീതിയിലാണ് പഠിപ്പിക്കുന്നത്, ഓരോ വ്യക്തിക്കും യോജിച്ച രീതിയിൽ തന്നെ അനുയോജ്യനാക്കിക്കൊണ്ട്. ആത്മീയ തലത്തിൽ ഞാൻ കർത്താവുമായി സംഭാഷണം ചെയ്യുമ്പോൾ തന്നെ ഭൗതിക തലത്തിൽ എനിക്ക് ചുറ്റും നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഈ ഭൗതിക തലത്തിലും അതുപോലെ അതിസ്വാഭാവിക തലത്തിലും ഒരേ സമയം ഞാൻ ആയിരിക്കുന്നു. ഒരു പ്രാവശ്യം ഞാൻ ബംഗ്ലാദേശിലായിരിക്കുമ്പോൾ കർത്താവുമായി സംസാര രീതിയിൽ സന്ദേശം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടുജോലിക്കാരി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടുവന്നു. ഒരു ടെലഗ്രാം ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി. സന്ദേശം എഴുതുന്നതിന്റെ നടുക്ക് ഇതുപോലൊരു ഭാഗം വന്നതുകൊണ്ട് ഞാനും ഉച്ചത്തിൽ തന്നെ അവരോട് പുറത്തു പോകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ദയാലുവായ ഈശോ വളരെ മൃദുവായി എന്നെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ശാന്തമാവുക. അവിടുന്ന് എത്രയും മനോജ്ഞമായി ആ വാചകം ഉച്ചരിച്ചപ്പോൾ കനൽ കെടുത്തുന്ന ഒരു തണുത്ത ജലധാര പോലെയാണ് തോന്നിച്ചത്. എത്ര വലിയ വിനയവും സഹിഷ്ണുതയുമാണ് അവിടുന്ന് എന്ന് ഞാൻ ഒരിക്കൽ കൂടി മനസ്സിലാക്കി. വേറെ ചില അവസരങ്ങളിൽ എനിക്ക് പ്രാർത്ഥനയിലൂടെ കർത്താവുമായുള്ള ഈ വിനിമയ ബന്ധത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു. ഏതൊരാളെയും പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു. എന്റെ ചിന്തകൾ കർത്താവിന് എഴുതി നൽകുന്നു. എന്നാൽ ഞാനിത് ചെയ്തു കഴിയുമ്പോൾ തന്നെ എനിക്ക് മറുപടി നൽകാൻ കർത്താവ് വരുന്നു. അവിടുന്ന് പറയുന്നത് ഞാൻ എഴുതിയെടുക്കാൻ ആരംഭിക്കുന്നു. ഇത് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന അനുഭവമായ ഒരു വരദാനമാണ്. അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ വചനങ്ങൾ സ്വീകരിക്കാൻ വരം ലഭിച്ചിട്ടുള്ളവരും ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഞാൻ സന്ദർശിക്കുന്നവരുമായ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിനക്കൊരു പ്രത്യേക വരം ലഭിച്ചിട്ടുണ്ട്. നീ ആഗ്രഹിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചു വരുത്തുവാനുള്ള വരം. കാണുന്നില്ലേ, ഈ വിശേഷാവകാശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിനും നിന്റെ മേൽ ഞാൻ വെച്ചിരിക്കുന്ന ഭാരത്തിനും ആനുപാതികമായിട്ടാണ്. ഞാൻ ഇത് ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ എല്ലാം കൃത്യമായി തിട്ടപ്പെടുത്തിയിരുന്നു. എന്റെ സഭയെ പുനരുജ്ജീവിപ്പിക്കുകയും എന്റെ ഭവനത്തെ ഏകീഭവിപ്പിക്കുകയും ചെയ്യുക എന്ന ഈ മഹത്തായ ദൗത്യം ഏറ്റെടുക്കാൻ നീ യോഗ്യയായതുകൊണ്ടല്ല നിന്നെ ഇത് ഏൽപ്പിച്ചത്. നിന്റെ എല്ലാ യോഗ്യതയും എന്റെ ഔദാര്യത്തിൽ നിന്ന് വരുന്നതാണ്, എന്നിൽ നിന്ന് വരുന്നത് മാത്രം. ഈ അളവറ്റ നിധി പേറുന്ന കുംഭമായി നിന്നെ ഞാൻ രൂപപ്പെടുത്തി. ചഞ്ചലയാകാതെ ഉറച്ചു നിൽക്കുക. കാരണം ഇങ്ങനെയെല്ലാം തകർത്തു മുന്നേറുന്ന മഹാശക്തി നിന്നിൽ നിന്ന് വരികയില്ല, അത് ദൈവമായ എന്നിൽ നിന്നാണ് വരുന്നത്. ഓഗസ്റ്റ് 29, 1998. ഇത്തരത്തിലുള്ള ഓരോ കണ്ടുമുട്ടലും എത്ര സമയം ദീർഘിക്കുന്നു എന്നതല്ല പ്രശ്നം. പ്രത്യേക ഓരോ അവസരത്തിലും അത് അവസാനം തീരുന്നു എന്നുള്ളതാണ്. തീരുമ്പോൾ അത് ഉന്നതങ്ങളിൽ നിന്നുള്ളൊരു പതനമാണ്. വളരെ വേദനാജനകം എന്ന് തന്നെ പറയാം. പ്രകാശപൂർണവും ആഡംബര സമന്വിതവുമായ രാജകീയ ശാലയിൽ നിന്ന് പെട്ടെന്ന് പുകയേറിയുടെ അന്ധകാരത്തിലേക്ക് വലിച്ചിടപ്പെട്ട അവസ്ഥ. ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ചുറ്റും നോക്കും. ദൈവം ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നുള്ള തുഷാര ബിന്ദുക്കൾ ഇപ്പോഴും ഇറ്റുവീഴുന്നു. നവംബർ 30, 1998. പിന്നീട് ഭൗതിക ലോകത്തെ ഒരു ഉന്നതമായ ബോധ്യത്തോടെയാണ് ഞാൻ കാണുന്നത്. ഈ കാര്യങ്ങളൊക്കെ എത്ര നിസ്സാരമാണ്. ഈ ലോകത്തിൽ ഞാൻ പ്രധാനപ്പെട്ടതെന്നും വിലയേറിയതെന്നും കരുതിയിരുന്നവയെല്ലാം ദൈവമഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു ഉറ്റ സ്നേഹിതയോടൊത്തിരിക്കുമ്പോൾ കർത്താവ് എന്നെ വിളിച്ചു. സന്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് എൻ്റെ ആത്മാവിനെ അവിടുത്തെ സ്വർഗീയ സഭയിലേക്ക് എടുത്തുയർത്തി. സന്ദേശം തീർന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് എനിക്കൊരു മുത്തം തന്നു. വളരെ അടുത്ത സ്നേഹിതയായിരുന്നിട്ട് കൂടി അവളുടെ സ്പർശനം ആ സമയത്ത്, അത്തരം അവസരങ്ങളിൽ അങ്ങനെയാണ്, എനിക്ക് വളരെ അരോചകമായി തോന്നി. അവളുടെ ആലിംഗനം പുറമെ എനിക്കൊരാഘാതവും ഏൽപ്പിച്ചില്ലെങ്കിലും
എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന വേദനാജനകമായ ഒരു അനുഭവം ഉണ്ടായി. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ആരാണ് സംസാരിക്കുന്നതെന്ന്, എങ്ങനെയാണ് ഞാൻ അറിയുന്നതെന്ന്. എന്നോട് സംസാരിക്കുന്നത് പിതാവായ ദൈവമാണോ, യേശുക്രിസ്തുവാണോ, പരിശുദ്ധ അമ്മയാണോ, അതോ മാലാഖയാണോ എന്ന് തിരിച്ചറിയാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. കാരണം ഗ്രഹണശക്തിയുടെയും അറിവിൻ്റെതുമായ ഒരു കിരണം എൻ്റെ ബുദ്ധിശക്തിയിലേക്ക് നൽകപ്പെടുകയാണ്. ദൈവം തന്നെ നമ്മോട് അനുരൂപനാക്കുന്നത് വളരെ അവധാനപൂർവമാണ്. അവിടുന്ന് എനിക്ക് നൽകുന്ന വെളിപ്പാടുകൾ വളരെ ലളിതമാണ്, മാനുഷികമായ രീതിയിലുള്ളവ എന്ന് പറയാം. നമുക്ക് നടുക്കമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണിത്. ദർശനങ്ങളിൽ മനുഷ്യന്റെ രൂപത്തിലാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് അവിടുന്ന് എന്നെ സമീപിക്കുമ്പോൾ ഞാൻ ഭയപ്പെടാതിരിക്കുന്നതിനും, കൂടാതെ ദൈവികവും മാനുഷികവും അതുപോലെ പ്രകൃത്യാ ഉള്ളതും പ്രകൃത്യാതീതമായതും ഇഴപിണിഞ്ഞാണ് നിലകൊള്ളുന്നതെന്ന് ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അതാണ് യേശു ഒരു സന്ദേശത്തിൽ പറയുന്നത്. സന്ദേശങ്ങൾ നൽകാൻ വേണ്ടി അതിസ്വാഭാവിക രീതിയിലാണ് ഞാൻ നിന്നെ സമീപിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കരുണയുടെ ദൈവമാണെന്ന് മറക്കരുത്. നിനക്കെന്നോട് പക്ഷമില്ലെങ്കിലും നിന്റെ ഈ നികൃഷ്ടാവസ്ഥയിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് ഞാൻ ഈ കൃപാവരം തന്നിരിക്കുന്നു. അങ്ങനെ നിനക്ക് എൻ്റെ അധരങ്ങളിൽ നിന്ന് നേരിട്ട് പഠിക്കാൻ സാധിക്കുന്നു. വസുല, നിന്റെ ഹൃദയത്തിൽ വിശ്രമിക്കുന്നത് ആനന്ദകരമാണ്. മാർച്ച് 8, 1987. ഒരാൾ അവകാശപ്പെടുന്നത് എൻ്റെ അനുഭവങ്ങളിൽ അതിസ്വാഭാവികമായി ഒന്നുമില്ല, ഇവ എൻ്റെ വ്യക്തിപരമായ ധ്യാന ചിന്തകളാകാം എന്നാണ്. ഞാൻ അയാളോട് അതിസ്വാഭാവികം എന്നതിന് എന്താണ് നിങ്ങൾ തെളിവായി കണക്കാക്കുക എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ഉത്തരവും തന്നില്ല. എന്തായാലും എനിക്കതിൻ്റെ ഉത്തരം അറിയാം. അതിസ്വാഭാവികം എന്ന് പറഞ്ഞാൽ സൃഷ്ടപ്രകൃതിയുടെ പരിധിക്ക് പുറത്തുള്ളവയാണ്. ഈ രീതിയിലുള്ള പ്രവൃത്തി ദൈവത്തിന് മാത്രം സാധിക്കുന്നതുമാണ്. അത് സ്വാഭാവികമായുള്ള ഹൃദയത്തിന്റെ പരിവർത്തനമാണ്. മാനസാന്തരത്തിലേക്കാണത് നയിക്കുന്നത്. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ പ്രാർത്ഥനോന്മുഖമാക്കുകയും ചെയ്യുമ്പോഴാണത്. അതുപോലെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ക്രിസ്തുവിന്റെ പാദങ്ങളിൽ അർപ്പിക്കലാണത്. ദൈവം അവിടുത്തെ അനന്തകൃപയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശത്തിന്റെ ഒരു തിരി കൊളുത്തുകയും അത് നമ്മെ ജീവിക്കുന്ന ദീപശിഖയാക്കി മാറ്റുകയും ഈ ദീപശിഖ ലോകത്തെ മുഴുവൻ ജ്വലിപ്പിച്ചുകൊണ്ട് അതിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ അതിസ്വാഭാവിക പ്രവർത്തനത്തിന് മാത്രമേ ഒരാത്മാവിനെ നിരന്തരമായ സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ഒരു ജീവിതത്തിലേക്ക് നയിക്കാനാവൂ. ഇക്കാര്യങ്ങളൊന്നും സ്വാഭാവിക കാര്യങ്ങളല്ല, ദൈവത്തിന്റെ അതിസ്വാഭാവിക ദാനങ്ങളുടെ ഫലമാണ്. എൻ്റെ ചില പഴയ സുഹൃത്തുക്കൾ, ദൈവത്തെപ്പറ്റി ഒന്നും അറിയാത്തവർ ഒരിക്കൽ പറഞ്ഞു, ഒരുപക്ഷെ ഇത് നിന്റെ മനസ്സിൽ നിന്ന് വരുന്നതായിരിക്കും. പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് അതീതമായ ചിലതരം ഇന്ദ്രിയാനുഭൂതികളെ പറ്റി നീ കേട്ടിട്ടില്ലേ? അതല്ലെങ്കിൽ നിന്റെ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്നതായിരിക്കും. ഉപബോധ മനസ്സിന് എങ്ങനെയെല്ലാം കളിക്കാൻ കഴിയുമെന്ന് നിനക്കറിയാമല്ലോ. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു, എൻ്റെ ഉപബോധ മനസ്സ് ആത്മീയ കാര്യങ്ങളുടെ കാര്യത്തിൽ ശൂന്യമാണ്. ഇതുപോലുള്ള ദൈവിക അനുഭവങ്ങൾക്ക് ഒരു ഒഴിഞ്ഞ ഷീറ്റിൽ നിന്ന് പുറപ്പെട്ടു വരാനാവില്ല. അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരു കന്യാസ്ത്രീയാകണമെന്ന ആഗ്രഹം നിനക്കുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട നിന്റെ ആഗ്രഹത്തിൽ നിന്നോ ഭാവനയിൽ നിന്നോ ഉണ്ടായതാവാം ഇത്. അവർ തുടർന്നു പറഞ്ഞു, ഞാൻ എന്നും തടസ്സമില്ലാതെയാണ് കഴിഞ്ഞത്. അടിച്ചമർത്തപ്പെട്ട അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാലും 1 മണിക്കൂർ പോലും വേദപാഠം പഠിച്ചിട്ടില്ലാത്ത എന്നെ പോലുള്ള ഒരുവൾക്ക് ദൈവിക കാര്യങ്ങളിലുള്ള ഇത്ര അറിവിനെ നിങ്ങൾക്ക് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? അതും ഭാവനയിൽ നിന്ന് വരുമോ? ഈ സന്ദേശങ്ങളിലൂടെ മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന അനേകം ആളുകളുടെ കാര്യം എങ്ങനെ? അതും എൻ്റെ ഭാവനയുടെ ഫലമോ? എൻ്റെ ഈ നിഗൂഢമായ അനുഭവങ്ങൾ എൻ്റെ ഭാവനയോ ദൈവത്തിന്റെ ഇടപെടലോ ഒന്നുമല്ല, പിന്നെയോ സാത്താന്റെ കളിതമാശയാണെന്നാണ് ചില വൈദികർ ഉറപ്പായി കരുതിയത്. എൻ്റെ പഴയ സ്നേഹിതൻ ഫാദർ ജിം വിചാരിച്ചതുപോലെ. പക്ഷേ ആ വിമർശകരോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: സാത്താൻ മാനസാന്തരം കൊടുക്കുമോ? കാരണം ഈ ഇടപെടലിലൂടെ കർത്താവിനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുമായുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ പരിവർത്തനം ചെയ്യപ്പെട്ടു. മറ്റനേകർക്കും ഈ അനുഭവം കിട്ടി. ഞാനും അതുപോലെ മറ്റായിരക്കണക്കിന് ആളുകളും ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് സാത്താൻ ആഗ്രഹിക്കുമോ? ദൈവമല്ലാതെ മറ്റാരാണ് എന്നെയും
ഇവരെല്ലാവരെയും മാനസാന്തരപ്പെടുത്തിയത്. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് ഇതുപോലെ സാത്താനെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനും കഴിയുക? ദൈവമല്ലാതെ മറ്റാരാണ് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുക? ചില മതാധികാരികൾ സന്ദേശത്തെ സംശയത്തോടെ വീക്ഷിച്ചപ്പോഴും മറ്റനേകർ ആവേശത്തോടെ സ്വാഗതം ചെയ്തു. വേറെ ചിലർ നോക്കിയിരുന്ന് കാണാം എന്ന മനോഭാവമാണ് എടുത്തത്. ഏതാണ് സ്വാഭാവികം അഥവാ ഏതാണ് അതിസ്വാഭാവികം, ഏതാണ് ദൈവികം, ഏതാണ് ദൈവികമല്ലാത്തത്, ഇങ്ങനെ കണ്ടുപിടിക്കാൻ ശാസ്ത്രീയ മാർഗമൊന്നുമില്ല. എന്നെ പോലുള്ളവർക്ക് കിട്ടുന്ന സ്വകാര്യ വെളിപാടുകളുടെ കാര്യത്തിൽ വെളിപാട് ലഭിക്കുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സഭാധികാരികൾ വ്യക്തമായ ഒരു നിലപാടെടുക്കുകയില്ല. ഒരു പുസ്തകത്തിൽ നിന്നുള്ള ചില ഉദ്ധരണികൾ മാത്രം കണ്ടുകൊണ്ട് ആ പുസ്തകത്തെ വിലയിരുത്താനാവില്ലല്ലോ. അതുപോലെ സഭയ്ക്കും വ്യക്തിയുടെ പ്രവർത്തനത്തിന്റെ പൂർണ്ണരൂപം ആവശ്യമാണ്. എനിക്കറിയാം, എന്നെ പോലൊരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുക ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സംശയിക്കുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ആ പ്രവർത്തനത്തിന്റെ ഫലം കാണുമ്പോൾ അവർ ആനന്ദിക്കുകയും ദൈവം മനുഷ്യർക്ക് നൽകുന്ന കൃപകളെ പ്രതി അവിടുത്തെ മഹത്വപ്പെടുത്തുകയും വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സന്ദേശങ്ങൾ ലഭിക്കുന്നത് കൂടാതെ മറ്റു പല അതിസ്വാഭാവിക അനുഭവങ്ങളും എനിക്ക് പറയുവാനുണ്ട്. കുറച്ചുനാൾ മുമ്പ് വിശുദ്ധ നാടുകളിലേക്ക് ഞങ്ങൾ ഒരു തീർത്ഥാടനം പോയി. ഗലീലി തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പല സ്വീഡൻകാരും എന്നോടൊരു ചെറിയ പ്രഭാഷണം നടത്തുവാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഒരു മുറിയിൽ ഒന്നിച്ചുകൂടി. ചർച്ചകൾക്കിടയ്ക്ക് വളരെ ആധികാരികമായി ഞാൻ പറഞ്ഞു, എനിക്ക് വടക്കൻ പ്രദേശങ്ങളിലേക്ക് പോയി അവിടെയുള്ളവരോടും പ്രസംഗിക്കണം. സ്വീഡന്റെ വടക്കുഭാഗത്തേക്ക് പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ അതിശയത്തോടെ എന്റെ നേരെ നോക്കി. ഒരാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അവിടെ ആരുമില്ല, ഹിമക്കരടിയും കലമാനുമല്ലാതെ? അയാളെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് വളരെ ഗൗരവമായി, അതെ, അവിടെ ഒരു ആത്മാവുണ്ട് എന്ന് പറഞ്ഞെന്നാണ് പിന്നീട് അവർ എന്നോട് പറഞ്ഞത്. എന്നെ അടുത്തറിയാവുന്നവർക്കെല്ലാം അറിയാം തണുത്ത കാലാവസ്ഥ എനിക്ക് എത്ര വെറുപ്പാണെന്ന്. മധ്യധരണയാദിയോ മരുപ്രദേശമോ ഒക്കെയാണ് എനിക്ക് താല്പര്യം. ധ്രുവക്കരടിയുടെ വാസസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നത് എന്റെ സ്വാഭാവിക രീതിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. അത് എങ്ങനെയിരുന്നാലും ഞങ്ങളുടെ ആ യാത്ര കഴിഞ്ഞൊരു ദിവസം ഞാൻ വീട്ടിൽ വൈകിട്ടത്തെ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയം ആ സ്വീഡൻകാരിൽ ഒരാൾ എന്നെ ഫോൺ ചെയ്തു. അന്ന് ബോട്ടിൽ വെച്ച് താങ്കൾ പറഞ്ഞത് തികച്ചും അന്വർത്ഥമായിരിക്കുന്നു. അവിടെ മുകളിൽ ലാപ്ലാൻഡിൽ ഒരു വ്യക്തിയുണ്ട്. അയാൾ താങ്കൾ അവിടെ സംസാരിക്കണമെന്നും പറഞ്ഞ് വിളിച്ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ ചോദിച്ചു. ഞാൻ എന്തെങ്കിലും ലാപ്ലാൻഡിനെ പറ്റിയോ ആ മഞ്ഞുറഞ്ഞ പ്രദേശത്ത് പോകുന്നതിനെ പറ്റിയോ സംസാരിച്ചതായി എനിക്കൊരു ഓർമ്മയുമില്ല. എന്റെ അവിശ്വാസം മനസ്സിലാക്കിയപ്പോൾ വിളിച്ചയാൾ അന്ന് ഗലീലക്കടയിൽ വെച്ചുണ്ടായ സംഭവങ്ങളും എന്റെ സംസാരവുമെല്ലാം വിശദീകരിച്ചു. ഞാനൊരു ദീർഘശ്വാസം വിട്ടു, മനസ്സിലായെന്ന ഭാവത്തിൽ. എന്നിട്ട് റിസീവർ താഴ്ത്തു വെച്ചു. ആരാണ് ഇതിനു പിറകിലെന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്, ഹിമക്കരടിയും കലമാനുമൊക്കെ താമസിക്കുന്നിടത്ത് എന്നെ അയക്കുക കർത്താവിനൊരു വലിയ കാര്യമല്ല. അത് സംഭവിക്കാനായി ഈ രീതിയിൽ ക്രമീകരിച്ചത് ദൈവം തന്നെയാണ്. സൂട്ടും കോട്ടുമിട്ട് ധ്രുവപ്രദേശങ്ങളിലേക്കൊരു യാത്രയ്ക്ക് ഞാൻ സ്വമനസ ഒരുമ്പെടുകയില്ലെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. അവിടുന്ന് ആ വാക്കുകൾ എന്റെ വായിൽ നിക്ഷേപിച്ചു. അവർ അതിൽ കൂടി പിടിച്ചു കയറാൻ ഇടയാക്കുകയും ചെയ്തു. അവിടുത്തെ നർമ്മബോധം അപാരമാണ്, അതേസമയം പരിശുദ്ധവും. നമ്മെ അവിടത്തേക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. ഇത്തരം സന്ദർഭങ്ങളിൽ ന്യായവാദം നടത്തുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തോൾ വെട്ടിച്ച് ലാപ്ലാൻഡിലെ ക്ഷണത്തിനു വേണ്ടി കാത്തിരുന്നു. അധികം താമസിയാതെ അതെത്തി. അങ്ങനെ ലാപ്ലാൻഡ് സഹോദരന്മാരെയും സഹോദരിമാരെയും കാണാനായി ഞാൻ പുറപ്പെട്ടു. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അവിടെ എത്തി. ആരാണ് ഞങ്ങളെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നതെന്ന് നോക്കി നിൽക്കുമ്പോൾ വളരെ പ്രസന്നതയോടെ തടിച്ചൊരു സ്ത്രീ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെ സ്റ്റോക്ക്ഹോമിൽ നിന്നുള്ള ഒരു പുരോഹിതനും അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റോറന്റിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടണത്തിലെ ആളുകളൊക്കെ എവിടെ പോയി, മീറ്റിങ്ങിന് എത്ര പേരാണാവോ ഉണ്ടാവുക എന്നൊക്കെ ഞാൻ അതിശയിച്ചു. എന്നെ മീറ്റിംഗ് ഹാളിലേക്ക് വിളിച്ചതനുസരിച്ച് ഞങ്ങൾ പോകുമ്പോൾ ആ വൈദികനും സുഹൃത്തും കാപ്പി കുടി കഴിഞ്ഞിരുന്നില്ല.
അവസാനം അവർ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങിയപ്പോൾ താമസിച്ചു പോയതിനാൽ ഹാളിലെത്താൻ തിരക്കിട്ട് നടന്നു. ആളൊഴിഞ്ഞ വഴികളിലൂടെ അവർ തിരക്കിട്ട് നടക്കുമ്പോൾ ഒരു വയസ്സനായ മനുഷ്യൻ അവർക്കെതിരെ വരുന്നത് കണ്ടു. അയാൾ ഇവരെ തട്ടി വീഴാൻ തുടങ്ങി. ഇവർ ഈ നാട്ടുകാരില്ലെന്ന് മനസ്സിലായതുകൊണ്ട് കടന്നുപോയപ്പോൾ അയാൾ ചോദിച്ചു, മാന്യന്മാരെ, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? സ്റ്റോക്ക്ഹോം എന്നവർ പറഞ്ഞു. നിങ്ങൾ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത് എന്താണ്? വൃദ്ധൻ വീണ്ടും തിരക്കി. ഞങ്ങൾ ഒരു പ്രവാചികയുടെ അടുത്ത് അവർ പറയുന്നത് കേൾക്കാൻ പോവുകയാണ് എന്നവർ പറഞ്ഞു. പ്രവാചികയോ? നമ്മുടെ പട്ടണത്തിലോ? അയാൾ വല്ലാതെ വിസ്മയിച്ചു പോയി. അതെ, ഞങ്ങൾ താമസിച്ചു പോയി. താങ്കളും വരുന്നുണ്ടോ? ഞാൻ ഇക്കാലം അത്രയും കരുതിയിരുന്നത് പ്രവാചകർ ബൈബിളിൽ മാത്രമേ ഉള്ളൂവെന്നാണ്. അവർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതും എൻ്റെ ഈ പട്ടണത്തിൽ തന്നെ. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? രണ്ടുപേരും അക്ഷമരായി വിളിച്ചു ചോദിച്ചു. ഉണ്ട്, ഞാൻ വരുന്നു. ഏതാണ്ട് 100ഓളം ആൾക്കാർ ആ ഹാളിൽ സമ്മേളിച്ചിരുന്നു. അവർ വളരെ താല്പര്യത്തോടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പലരുടെയും ഹൃദയം നുറുങ്ങി. ഇവിടുത്തുകാർ പൊതുവെ തണുപ്പന്മാരും നിർവികാരരുമെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് പലരുടെയും മുഖത്തുകൂടി കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. സന്ദേശങ്ങൾ അവരെ എത്രയധികമായി സ്പർശിച്ചു എന്നെനിക്ക് മനസ്സിലായി. ചില സമയത്ത് കർത്താവ് നമ്മോട് നേരിട്ട് സംസാരിക്കാറില്ല, ദൂതന്മാരെ ഉപയോഗിക്കും. ഏറ്റവും അസംഭവ്യമായ ആളുകളെ ഉപയോഗിച്ചായിരിക്കും ദൈവം ചിലപ്പോൾ ബന്ധപ്പെടുക. ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരപരിചിതനെയോ ഉപയോഗപ്പെടുത്തിയെന്നും വരാം. അവിടുത്തെ ദൂത് കൈമാറാൻ അവിടുന്ന് മനുഷ്യന്റെ രൂപത്തിൽ മാലാഖയെ അയച്ചെന്നും വരാം. ഒരിക്കൽ ഒരപരിചിതനെ കണ്ടതോർക്കുകയാണ്. അയാൾക്ക് എന്നെപ്പറ്റി ഒന്നും അറിയില്ല. എന്നാൽ അയാൾ പ്രത്യാശയുടെ ഏതാനും വാക്കുകൾ എനിക്ക് കൈമാറി. എനിക്കവ ഏറ്റവും അത്യാവശ്യമായിരുന്ന ആ സമയത്ത്. എനിക്ക് ഡിസ്കിന് സ്ഥാനഭ്രംശം സംഭവിച്ചിരുന്നതുകൊണ്ട് ഡോക്ടർമാർ 3 മാസത്തെ പൂർണ്ണ വിശ്രമം ഉപദേശിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് MRI സ്കാൻ എടുക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു വീൽ ചെയറിൽ ഇരുത്തി വലിയൊരു ഇടനാഴിയിൽ ഞങ്ങൾ ഊഴം കാത്തിരിക്കുകയായിരുന്നു. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് ക്ഷൗരം ചെയ്യാത്ത മുഖവുമായി ഒരാൾ എൻ്റെ സുഹൃത്തുക്കളെ സമീപിച്ചു. കൈത്തുവാലുകളും ലൈറ്ററുകളും വിൽക്കാൻ വന്നതാണ്. എൻ്റെ ഒരു സുഹൃത്ത് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അയാൾ സ്ഥലം വിടുകയും ചെയ്തു. അധികം ദൂരെ പോകുന്നതിന് മുമ്പ് അയാൾ പിറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നേരെ എൻ്റെ അടുക്കിലേക്ക് വന്നു. എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ വളരെ മിടുക്കരാണ്. നിങ്ങൾക്ക് വേഗം സുഖമായിക്കൊള്ളും. കാരണം നിങ്ങളുടെ ദൗത്യം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഞാൻ അത്ഭുതം കൊണ്ട് സ്തംഭിച്ചുപോയി. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും. ഞാനോ എൻ്റെ സുഹൃത്തുക്കളിൽ ആരെങ്കിലുമോ ഇതിനു മുമ്പൊരിക്കലും ഇയാളെ കണ്ടിട്ടില്ല. അതുപോലെ അയാൾക്ക് നിശ്ചയമായും എന്നെപ്പറ്റി ഒന്നും അറിയുകയും ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ വഴികളെപ്പറ്റി എനിക്ക് അറിവ് മെച്ചപ്പെട്ടു വന്നിരുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി ആ അപരിചിതന്റെ വാക്കുകൾ വന്നത് ആ ആശുപത്രിക്കും വളരെ അപ്പുറത്തു നിന്നാണെന്ന്. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഏതു പരിസ്ഥിതിയിലായാലും അതിസ്വാഭാവികമായോ അതോ തികച്ചും സാധാരണമായോ എന്തായാലും ദൈവം നമ്മെ തന്നെ വിട്ടുകളയില്ല. നാം ഒരിക്കലും പരിത്യക്തരാകുന്നില്ല. നമ്മുടെ കർത്താവ് എന്നെ ഉന്മേഷവതിയാക്കിയ വേറൊരവസരം കൂടി പങ്കുവയ്ക്കാം. ഒരു ദിവസം ഇംഗ്ലണ്ടിൽ ഒരു ഭാഗത്ത് സംസാരിക്കാനായി ഞാൻ ക്ഷണിക്കപ്പെട്ടു. അവിടുത്തെ വൈദികൻ പാരിഷ് ഹാളിൽ പ്രസംഗിക്കുവാൻ എനിക്ക് അനുവാദം തന്നു. അത് കഴിയുമ്പോൾ തൊട്ടടുത്ത പള്ളിയിൽ വിശുദ്ധ കുർബാനയുമുണ്ട്. അതൊരു ഇടദിവസമുള്ള മീറ്റിംഗ് ആയിരുന്നു. ഒരു തണുപ്പ് കാലത്ത് വൈകുന്നേരമാണ് മീറ്റിംഗിന്റെ വിശദാംശങ്ങൾ ഞാൻ വളരെ വ്യക്തമായി ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്ന ആളുകളെ നോക്കി. ഭൂരിഭാഗവും കോട്ടുവായി ഇട്ടുകൊണ്ടിരുന്നു. ഏകദേശം 200 മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. തുറന്ന വായ് മാത്രമാണ് എനിക്ക് മുമ്പിൽ കാണുവാൻ കഴിഞ്ഞത്. എല്ലാവരും കോട്ടുവായിട്ടുകൊണ്ടിരുന്നു. ഞാൻ നിരുന്മേഷയായിപ്പോയി. പകൽ മുഴുവൻ ജോലി ചെയ്തിട്ട് വരുന്നവരാണ്. എന്നിരുന്നാലും എനിക്കത് വളരെ ബുദ്ധിമുട്ടായി തോന്നി. ഞാൻ വിചാരിച്ചു, പരിശുദ്ധാത്മാവിന്റെ പ്രഭാഷണത്തെ വേണ്ട രീതിയിൽ പ്രചോദിപ്പിക്കുന്നില്ലായിരിക്കാം എന്ന്. ആരെയും സ്പർശിച്ചതായി തോന്നിയില്ല. എല്ലാവരും ക്ഷീണിച്ചും തളർന്നും കാണപ്പെട്ടു. എന്റെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ വളരെ സങ്കടപ്പെട്ട് ഒഴിഞ്ഞു മാറി നിന്നു. സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് കടന്നു ചെന്നില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ മാനുഷിക വീക്ഷണത്തിലാണ് നോക്കിയത്, ദൈവിക വീക്ഷണ കോണിലല്ല. അല്പം ഒരു ആത്മാനുകമ്പയോടെ ഞാൻ ഉള്ളിൽ സ്വയം തേങ്ങി.
ഈ യാത്രയും ഈ ത്യാഗവും രാത്രി വൈകുന്നതുവരെയുള്ള ഈ താമസവും 2 മണിക്കൂർ നേരത്തെ നിൽപ്പും എല്ലാം ഹോ കർത്താവെ, ഞാൻ മടുത്തു. എൻ്റെ പ്രസംഗത്തിന്റെ അവസാനം ആളുകളൊക്കെ ഒരു വാതിക്കലേക്ക് നീങ്ങി. അതിനപ്പുറത്താണ് കുർബാന നടക്കുന്ന പള്ളി. ഏതാണ്ട് രാത്രി 10 മണിയായി. ഞാൻ ഏറ്റവും ഒടുവിലാണ് പള്ളിയിൽ പ്രവേശിച്ചത്. എല്ലാവരും ഇരുന്നു കഴിഞ്ഞു. ബെഞ്ചുകളെല്ലാം നിറഞ്ഞു. എന്റെ പരാതിപ്പെടൽ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഹോ കർത്താവെ, നിന്റെ പരിഗണനയ്ക്ക് നന്ദി. എല്ലാവരും ഇരുന്നു. നീ എനിക്കൊരു സീറ്റ് പോലും കരുതി വെച്ചില്ലല്ലോ. ആ ജനക്കൂട്ടത്തിന് നേരെ എവിടെയെങ്കിലും സീറ്റുണ്ടോ എന്ന് നോക്കി ഞാൻ നിൽക്കുമ്പോൾ ഏതാണ്ട് 10 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. അവന്റെ അടുത്തേക്ക് ഇരിക്കാൻ ചെല്ലാൻ അവൻ ആംഗ്യം കാണിക്കുകയാണ്. അവൻ 2ാമത്തെ നിരയിൽ ഇടതുവശത്തായിട്ടാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ വലിഞ്ഞ് അവന്റെ അടുത്ത് ചെന്നു. അവൻ എനിക്കൊരു സീറ്റ് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഏഷ്യക്കാരൻ ബെഞ്ചിന്റെ അങ്ങേയറ്റത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ പയ്യൻ ഞങ്ങളുടെ 2 പേരുടെയും മധ്യത്തിലായിരുന്നു. ഞാൻ ചിന്തിച്ചു, സമയം വളരെയായല്ലോ. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എവിടെ? പക്ഷേ അവൻ തനിയെ ഉള്ളതുപോലെയാണ് തോന്നിയത്. അത് സ്കൂൾ ദിവസമാണ്. ഇവൻ എങ്ങനെ രാത്രി വളരെ വൈകി തനിയെ പോകും എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബെഞ്ചിലൂടെ തെന്നി നീങ്ങി എന്റെ അടുത്ത് വന്നിട്ട് എന്റെ കൈകളെടുത്തു. കൈകളിൽ പിടിച്ചുകൊണ്ട് വിരലിൽ കിടന്ന ഒരു കൊന്തമോതിരം നോക്കി ഇതെന്താണ് എന്ന് ചോദിച്ചു. ഇത് കൊന്തമോതിരം എന്ന് ഞാൻ പറഞ്ഞു. വേറൊരു വിരലിൽ കിടന്ന കൊന്തമോതിരം ചൂണ്ടിയും അവൻ ചോദിച്ചു, ഇത് വേറൊരു തരം കൊന്തമോതിരം. ഇതെനിക്കൊരു ദർശനക്കാരൻ തന്നതാണ്. വിരലുകളെല്ലാം കൊന്തമോതിരം കൊണ്ട് നിറയ്ക്കുന്ന മനോവൈകല്യമാണ് എനിക്കെന്ന് അവൻ കരുതുമെന്ന് ഞാൻ വിചാരിച്ചു. ഓരോ പ്രാവശ്യം ഞാൻ സംസാരിക്കുമ്പോഴും അവൻ കണ്ണുകൾ ഉയർത്തി എന്നെ നോക്കി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ബദാം പരിപ്പിന്റെ ആകൃതിയിൽ വലിയ പച്ചകളർന്ന നീല കണ്ണുകളാണ് അവൻ്റേത്. അപ്പോഴേക്കും വൈദികൻ വന്ന് കുർബാന തുടങ്ങി. ആ സമയം കൊണ്ട് കുട്ടിയുടെ സാമീപ്യത്തിൽ ഞാൻ സന്തോഷവതിയായി. പ്രാരംഭ കീർത്തനം പാടിയപ്പോൾ വൈദികന്റെ കുശിനിക്കാരൻ ഞങ്ങളുടെ തൊട്ടുപിറകിലിരുന്ന് വളരെ ഉച്ചത്തിലും ഒരു താളവുമില്ലാതെയും പാടിയത് കേട്ട് അവൻ അടക്കി ചിരിച്ചു. ഞാനും അങ്ങനെ തന്നെ ചെയ്തു. ഉച്ചത്തിൽ ചിരിക്കാതിരിക്കാൻ ഞാൻ പാടുപെടുകയായിരുന്നു. അവസാനം വിശുദ്ധ കുർബാന സ്വീകരണ സമയമായി. ഞാൻ എഴുന്നേറ്റ് ആ കുട്ടിയുടെ നേരെ തിരിഞ്ഞ് അവന് പിറകെ അൾത്താരയുടെ അടുക്കിലേക്ക് നടക്കാൻ തയ്യാറായി നിന്നു. പക്ഷെ പെട്ടെന്ന് അവൻ എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ അപ്രത്യക്ഷനായി. ആ കുട്ടി പെട്ടെന്ന് അങ്ങ് മറഞ്ഞുപോയി. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് ആ പള്ളിയിലെങ്ങും അവനെ കണ്ടില്ല. കർത്താവ് പ്രവചനത്തിന്റെ വരം നൽകുമ്പോൾ അതിനോടൊപ്പം വേറൊരു വരവും കൂട്ടിച്ചേർത്ത് നൽകാറുണ്ട്, വിവേചനത്തിന്റെ വരം. അരൂപിയെ വിവേചിച്ചറിയാൻ അഥവാ അരൂപിയുടെ ഉത്ഭവവും ഉദ്ദേശവും നിർണയിക്കാൻ സഹായിക്കുന്ന വിവേചനത്തിന്റെ വരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാ ഒരു ഉദാഹരണം. ഞാൻ ഫിലിപ്പൈൻസിൽ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഇതിനു മുമ്പും അവിടെ പോയിട്ടുണ്ട്. ഏകദേശം 14 വയസ്സുള്ള ഒരു ഫിലിപ്പിനോ പെൺകുട്ടിയെ പറ്റി കേട്ടു. അവൾക്കും ഈശോയിൽ നിന്നും സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അവർ എന്നോട് പറഞ്ഞു. തങ്ങളിൽ ഒരാൾക്കും ഈ അനുഗ്രഹം കിട്ടുന്നുണ്ടല്ലോ എന്നോർത്ത് ആളുകൾക്ക് വലിയ സന്തോഷമായിരുന്നു. അവൾക്ക് ലഭിക്കുന്നവ എനിക്ക് ലഭിക്കുന്നവയോട് വളരെ സാദൃശ്യമുള്ളവയാണെന്ന് അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അവർ അവളെയും കൊണ്ടുവന്നിരുന്നു. മുഴുവൻ സമയവും അവൾ എന്നെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്തിരുന്ന മീറ്റിങ്ങുകളും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. പിന്നെയും ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നു, സംഘാടകരുടെയും സ്നേഹിതരുടെയും കൂടെ ചെലവഴിക്കാൻ. എന്നെ അനുയാത്ര ചെയ്തിരുന്ന വൈദികൻ ആ ദിവസം അന്ന് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദിവ്യബലി അർപ്പിക്കാൻ ഉപയോഗപ്പെടുത്തി. ദിവ്യബലിക്ക് ആ പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവൾക്ക് എൻ്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ വിരലിൽ ഒരു കൊന്തമോതിരം ഉണ്ടായിരുന്നു. വാസ്തവം പറഞ്ഞാൽ എനിക്കത് അത്ര ഇഷ്ടമില്ലായിരുന്നു. അത് ലോഹത്തിലുള്ളതായിരുന്നു. വെള്ളിയിലോ സ്വർണത്തിലോ ഒന്ന് ചെയ്യിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നു. തന്നെയുമല്ല, എൻ്റെ വിരലിൽ അത് വളരെ മുറുക്കവുമായിരുന്നു. ആ പെൺകുട്ടി എന്നേക്കാൾ ചെറുതായിരുന്നതുകൊണ്ട് അവൾക്ക് ആ മോതിരം കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത് കയ്യിൽ നിന്ന് ഊരിയെടുക്കാൻ ഞാൻ നോക്കി. വളരെ മുറുകിക്കിടന്നതുകൊണ്ട് അനങ്ങിയില്ല. പിന്നെ മുറിയിൽ ചെല്ലുമ്പോൾ സോപ്പിട്ട് ഊരിയെടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. കുർബാന കഴിഞ്ഞ റെസ്റ്റോറന്റിലേക്കും ആ പെൺകുട്ടി ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നപ്പോൾ വീണ്ടും ഞാൻ മോതിരത്തിന്റെ കാര്യം ഓർത്തു. എണീക്കാനായി ഞാൻ കൈ മേശമേൽ വെച്ചു. മോതിരമില്ല. എന്റെ വിരലിൽ നിന്ന് അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അത് കയ്യിൽ നിന്ന് ഊരിപ്പോകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അത് അത്ര മുറുകിക്കിടന്നതാണ്. ഞാൻ വാവിളിച്ചു പോയി. എന്റെ അന്താളിപ്പ് കണ്ട വൈദികൻ എന്താണ് കുഴപ്പം എന്നെന്നോട് ചോദിച്ചു.
ഞാൻ സംഭവിച്ച കാര്യം പറഞ്ഞു. അദ്ദേഹം ശാന്തനായി ഇങ്ങനെ പറഞ്ഞു: ആ മോതിരം താങ്കൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത് പരിശുദ്ധ കന്യകയ്ക്ക് ഇഷ്ടമില്ലായിരിക്കാം. അതുകൊണ്ട് അമ്മ അത് എടുത്തുകൊണ്ടുപോയതാണ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എന്നിൽ സംശയം തലപൊക്കി. ആ പെൺകുട്ടിക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു, അവയുടെ നിജസ്ഥിതി പരിശോധിക്കാനായി. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവൾ എൻ്റെ സന്ദേശങ്ങൾ പകർത്തുകയാണെന്ന്. അവളുടെ മാലാഖയ്ക്ക് പോലും എൻ്റെ മാലാഖയുടെ അതേ പേര് തന്നെ. ഞാൻ ഈ കാര്യം എൻ്റെ ഫിലിപ്പിൻ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഞാൻ പിന്നീട് അറിഞ്ഞു, അവളുടെ കപട നാടകം അവിടെ എല്ലാവർക്കും മനസ്സിലായെന്നും ഇപ്പോൾ ആരും ആ പെൺകുട്ടിയെ വിശ്വസിക്കുന്നില്ലെന്നും. വഞ്ചിക്കപ്പെട്ടു പോകാതെ ദൈവം എങ്ങനെ എന്നെ സംരക്ഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ മേലിടുന്ന മൂടുപടം അവിടുന്ന് അല്പമെന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്താണ് അതിന് പിന്നിലെന്ന് എനിക്കൊന്ന് കാണാമായിരുന്നു എന്ന്. എന്നാൽ അവിടുത്തെ ജ്ഞാനം അനന്തമാണ്. അവിടുന്ന് ചെയ്യുന്നത് എന്താണെന്ന് അവിടുത്തേക്കറിയാം. അവിടുന്ന് ആ മൂടുപടം മുഴുവനായി മാറ്റിയാൽ നിശ്ചയമായും ഞാൻ മരിക്കും. എൻ്റെ ശരീരം, മനസ്സ് എല്ലാം തവിടുപൊടിയാകും. ഒരു ദിവസം അവിടുന്ന് ആ മൂടുപടം ഒരൽപ്പം ഉയർത്തി. അന്നത്തേത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായ ഒരു മിസ്റ്റിക് അനുഭവമായിരുന്നു. എനിക്കതൊരിക്കലും മറക്കാനാവില്ല. സംഭവിച്ചവ ഞാൻ അർഹിക്കുന്നതിലേറെ മഹത്വപൂർണമായിരുന്നു. നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.